അസ്സലാമലൈക്കും സംഘങ്ങളെ എൻ്റെ മക്കളെ. ഇന്ന് ബീത്താത്താക്കുണ്ടല്ലോ. ഇന്ന് ബീത്താത്താക്കില്ല പണി ഇത്തിരി തുള്ളി അച്ചാറുണ്ട്. ഇത് നമ്മൾ മാങ്ങഞ്ചി ഇത് നാട്ടില് ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് മാങ്ങഞ്ചി അറിയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക നമുക്കറിയില്ല. പക്ഷെ നമ്മളെ തൊടൂരുണ്ടാക്കിയ ഒറിജിനലാണ്, വിഷം ഇടാതെ ഉണ്ടാക്കിയ മാങ്ങഞ്ചിയാണ്. അത് ഇഞ്ചിൻ്റെ മരിക്കല് അത് അരിഞ്ഞങ്ങാണ്ട് നമ്മൾ ഈ മാങ്ങയും കൂടി കൂട്ടി നമ്മളെ അച്ചാറിട്ടാണ്ടല്ലോ. പൊന്നാറിച്ച മക്കളെ പിന്നുണ്ടോന്ന് ചോദിച്ചു. പക്ഷെ ഇത് നമ്മളെ തൊടൂരുണ്ടായ മാങ്ങയല്ല കേട്ടോ. ഇത് നമ്മൾ മാങ്ങ ഇത് മാങ്ങക്ക് കിലോന് മക്കളെ വമ്പ വരുന്നാലും ഞമ്മക്കൊരു അച്ചാറിട്ടാലുണ്ടല്ലോ. അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ലേശം കൊടുത്തേക്കാം. മക്കൾക്ക് ലേശം തിന്ന രാവിലെ വല്ല ചോറ്റിക്കോ നമ്മക്ക് വല്ല സമ്മന്തിക്കോ ചോറോ കഞ്ഞോ കൊച്ചിനേക്ക് തിരിട്ടാതിരിങ്ങാണ്ട് ഏതായാലും ഇവിടെ വെറുതെ ഇരിങ്ങാണ്ട് ലേശം മാങ്ങയും കൊണ്ട് മാങ്ങഞ്ചൊക്കെ കൊണ്ട് ഈ താത്തൊരു അച്ചാറിടാൻ നിൽക്കുക. അന്നാറ് മക്കളെ നിങ്ങളിത് അച്ചാറിട്ടിട്ട് നോക്കണ്ടി. നിങ്ങളിത് എങ്ങനെയുണ്ട് രസം, നല്ല ടേസ്റ്റാണ്. ഇത് കുടിയിലൊക്കെ ഉമ്മാരെ പെണ്ണുങ്ങളെ ഒഴിവുണ്ടെങ്കിൽ പെണ്ണുങ്ങളോടൊന്നും പറഞ്ഞപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അച്ചാറും പണി അത് ഒരു കിസ്മത്തും പണി കൊടുക്കൂല. ഓർക്ക് തടി അളക്കുന്ന പണി ഭയങ്കര പണി. എൻ്റെ ഒരു മരുവുള്ളു. പക്ഷെ അത് അച്ചാറൊന്നും കൂല. അച്ചാർ ഇട്ടാലോള് പിന്നാലത്തേക്ക് വളഞ്ഞോള് തിന്നും. അതിനോള് മൂപ്പത്തിയ ഇന്നാലും കൂടിയിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഇത് ഇട്ട് വെക്കും. നമ്മളെ മക്കളല്ലേ തിന്നോട്ടെ. നമ്മളെ കാലം കഴിഞ്ഞാൽ ഓർക്ക് അച്ചാറൊന്നും വേണ്ട. അതുവരെ ഒരു അച്ചാറിട്ട് ഇട്ട് തിന്നോട്ടെ. നല്ല നെല്ലുത്തേൻ്റെ കഞ്ഞി, അതും കഞ്ഞി അച്ചാറാണ് കൂട്ടിയാണ്ടല്ലോ. ഇഞ്ഞുണ്ടോയെന്ന് ചോദിച്ചു. അതിനാണ് ഈ അച്ചാർ ഇതുണ്ടാക്കണേ. ഞാൻ ഇത് നമുക്ക് വിൽക്കാനൊന്നും ഇത് നമ്മളെ നാടൻ അച്ചാർ. അതിക്കൊരു കൂട്ടില്ല. നമ്മളെ മക്കൾക്ക് തിന്നാനേ. മക്കൾക്ക് ഇപ്പോൾ ഇത് മതിയല്ലോ. നമ്മൾ വിൽക്കാതിക്കൊക്കെയാണ് മത്സ്യന്മാർ എത്തൊക്കെയോ കാട്ടിൽ. നമ്മളിത് പച്ചയിലുണ്ടാക്കണ്ടോ.